പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. യേശുരക്ഷകൻ താങ്ങും തണലുമാ അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളാകെ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റവൻ. ശാരോനിൻ പനിനീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ.
ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലതുഭാഗത്തിന് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാത്തവൻ നിന്റെ പരിപാലകൻ. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ പരിപാലിക്കും. 5 മുതലുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചു. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലതുഭാഗത്തിന് യഹോവ നിന്റെ വലതുഭാഗത്തിന് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. യഹോവ ഒരു ദോഷവും നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കും. അവതരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവതരം കൊണ്ട് പ്രിയ പൈതലിനെ നമുക്ക് മുദ്രയിട്ടു. കഴിഞ്ഞ ദിവസം നമ്മുടെ പൈതലിന്റെ ഭാവിയെ ഓർത്ത് ഇവിടെയുള്ള വാത്സല്യ മാതാവ് തന്റെ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവരും ദൈവസഭയും ദൈവമക്കളും ദൈവദാസന്മാരും ഒക്കെ വളരെ ആത്മാർത്ഥവും കർത്താവിന്റെ സമയമായപ്പോൾ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ ദിവസം എൻഗേജ്മെന്റ് വളരെ അനുഗ്രഹമായി നടക്കുവാൻ ദൈവമാണ്. ഇരുകൂട്ടരും തമ്മിൽ തീരുമാനിച്ച് ദൈവസന്നിധിയിലെടുത്ത തീരുമാനപ്രകാരം ഇന്ന് നമ്മൾ ഈ പമ്പാവിലേക്ക് കടന്നു പോകും. വഴിയാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊടുക്കും. യാതൊരു അപകടങ്ങളോ അനർത്ഥങ്ങളോ ഒന്നും ഉണ്ടാകാതെ ദൈവം സൂക്ഷിക്കും. ഇന്ന് പകൽക്കാലം അവിടെ നടക്കുന്ന വിശുദ്ധ വിവാഹത്തിന്റെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരേണ്ടതിനായി സ്തോത്രം ചെയ്യും. കാനാവിലെ കല്യാണ വീട്ടിൽ കടന്നു വന്ന് അവിടുത്തെ കുറവ് പരിഹരിച്ച് കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ടതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൽ ദൈവത്തിന്റെ നാമം മഹിമപ്പെടുവാൻ പ്രത്യേകിച്ച് നമ്മുടെ പൈതലിനെ ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കുക. അവിടെ പ്രിയ മാതാവിനെ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തന്റെ ദാസിയെ ദൈവത്തോളം ആദരിച്ച് സഹോദരവർഗങ്ങളെ രണ്ടുപേരെ ഓർക്കാം. പ്ലസിയെ കുടുംബമായി ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ബന്ധുപുത്രാദികളായി ചാർച്ചക്കാരായി സഭാവിശ്വാസികളായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കുക. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നടക്കുന്ന നമ്മുടെ കുഞ്ഞിന്റെ എല്ലാ ക്രമീകരണങ്ങളും വളരെ താല്പര്യത്തോടെ വളരെ ഉത്സാഹത്തോടെ നമ്മൾ പ്രിയ റോണി പാസ്റ്ററും നമ്മൾ ഒരുമിച്ചുണ്ടല്ലോ. കർത്താവിന്റെ ദാസനെ നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാണ്. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ പണം കൊടുക്കുന്നതിനേക്കാൾ അത്യാവശ്യമാണ് നമ്മുടെ പ്രാർത്ഥനയെ. പകരം കൊടുക്കും. ഞാൻ രക്ഷയില്ലേ പാനപാത്രം എടുത്ത് യഹോവയുടെ ഇത്രത്തോളം ദൈവത്തെ സഹായിച്ചില്ല. നമുക്ക് ദൈവം ചെയ്ത എല്ലാ ക്രമീകരണങ്ങളെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യും. ഇന്ന് ഒരു കാലം ദൈവദാസി രാത്രിയിൽ ഓർപ്പിച്ചതുപോലെ ഒരു പുത്തൻ അഭിഷേകം അവിടെ മേൽ പകരപ്പെടേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാരമായ കർത്താവിന്റെ ദാസൻ റോണി പാസ്റ്റർ ചുരുക്കം വാദ്യങ്ങളിൽ പ്രാർത്ഥിക്കും. വിശ്വസ്ത പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുകൃപയിൽ ആശ്രയിക്കുന്നു. ഇവിടുന്ന് പടിയിറങ്ങുന്ന സമയം മുതൽ തുറന്ന സ്വർഗവും അനുഭവിക്കാത്ത സ്വർഗീയ പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ കുഞ്ഞിനെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവിടെ ആക്കാൻ പോകും. നീ ഞങ്ങളുടെ മുൻപടെയാണ്, നീ ഞങ്ങളുടെ പിൻപടെയാണ്. യാത്രകൾ ഞങ്ങളുടെ തീരുമാനങ്ങളിൽ നിൽക്കുമ്പോൾ കൂടിയിരിക്കണം. സമാധാനം ഐക്യം ഞങ്ങൾക്ക് തരണം. പ്രത്യേക കുഞ്ഞിനെ നിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം. ഞാൻ അത് വേദഭാഗം വായിക്കുന്നു. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകട്ടെ. പ്രിയ കർത്താവേ, ഞങ്ങൾ വീണ്ടും ഈ നല്ല പ്രഭാതത്തെ സഹായത്തിനായി ഞങ്ങളുടെ തിരുമുഖത്തേക്ക് നോക്കും. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കണതോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയും ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ കർത്താവേ, ഈ വാത്സല്യ ഭവനത്തോട് ദൈവം കാണിച്ച കരുണയ്ക്കായി സ്തോത്രം. യഹോവയുടെ ദയ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും
അവന്റെ നീതി മക്കളുടെ മക്കൾക്ക് ഉണ്ടാകുമെന്നുള്ള ആ വാഗ്ദത്ത വചനത്തിനായി സ്തോത്രം. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്ന് അവരുടെ വചനമാണല്ലോ കർത്താവേ. നിന്റെ ദാസൻ ഓട്ടം പൂർത്തീകരിച്ച് നിത്യതയിൽ വിശ്രമിക്കുമ്പോൾ നിന്റെ ദാസി കുഞ്ഞുങ്ങൾ ഇത്രത്തോളം അവരും ദൈവത്താൽ മാനിക്കപ്പെട്ടതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ മകളെ ദൈവം ആദരിക്കണമേ. ശരീരത്തിന് ആരോഗ്യവും ബലവും ദൈവം കൊടുക്കണമേ. നിന്റെ ദാസിയുടെ മുഖത്തെ ആദരിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാവിലെ സമയം നിന്റെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്ത 3 കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ബ്ലസ്സിക്കായി, ജയനായി, പൈതലിനായി സ്തോത്രം. അവരെ ആദരിക്കണമേ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ആ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവാത്മാവ് ചൊരിയണമേ. ഞങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അവളെ ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. അവൾക്ക് വേണ്ടി ദൈവം കരുതിയ എല്ലാ കരുതലുകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്ക് ശരണം ഉണ്ടാകുന്നുള്ള വചനപ്രകാരം അവരുടെ ഭാവിക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ദൈവം ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസം നടന്ന എൻഗേജ്മെന്റ് അനുഗ്രഹമാക്കിയല്ലോ കർത്താവേ. ഞങ്ങൾ ദൈവസേനയിൽ എടുത്ത തീരുമാനപ്രകാരം ഇപ്പോൾ ഞങ്ങൾ വിശുദ്ധ വിവാഹത്തിനായി ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങളുടെ വഴിയാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. വാഹനങ്ങളെല്ലാം ദൈവം നിയന്ത്രിക്കണമേ. ഇന്ന് പകൽക്കാലം അവിടെ നടക്കുന്ന വിശുദ്ധ വിവാഹത്തിന്റെ എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി ധന്യമായി തീരുവാൻ ആവശ്യമായ ദൈവകൃപ കർത്താവ് കൊടുക്കണമേ. അവൾക്ക് വേണ്ടി ദൈവം ഒരിക്കൽ ഞങ്ങളുടെ മകനെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. അവരെയും സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ തലവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ കർത്താവിന്റെ ദാസരോടി പാസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ പൈതലിന്റെ ഈ ക്രമീകരണങ്ങളിൽ പങ്കാളിത്തം വഹിപ്പാനിടയാക്കിയതിനായി ഞങ്ങൾക്കൊന്നും പുകഴുവാനില്ല കർത്താവെ. ഇന്ന് രാവിലെ സമയം അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിതരായി തീർന്നിട്ടില്ലല്ലോ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മകളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അവളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ഭൂമിയിലെ നന്മകളും ഞങ്ങളുടെ കുഞ്ഞിന്റെ മേൽ ചൊരിയണമേ. അടിയുടെ വഴിയാത്രയും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. ദൈവകൃപയെ ഞങ്ങളെ സൂക്ഷിക്കണം. എല്ലാ നിലയിലും കർത്താവിന്റെ നാമം ഞങ്ങളുടെ മഹിമപ്പെടുവാൻ ഇടയാക്കണം. അടിയുടെ പ്രാർത്ഥന ദൈവം കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗവും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പ്രത്യേകിച്ച് വിവാഹത്തിനായി ഒരുങ്ങുന്ന വാത്സല്യ പൈതലിനോട് ശുശ്രൂഷയോടും ലോകമെമ്പാടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ 2ാമത്തെ മടങ്ങുവരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ജയം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പോകാം പ്രാർത്ഥനയോടെ.
പ്രാർത്ഥനയ്ക്കായി ഇടതകളെ നമുക്ക് മടക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചു. ഇന്ന് പകൽ ഇവിടെ നടക്കപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ സൂക്ഷിത അനുഗ്രഹത്തിനായി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാമല്ലോ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ജന്മനെ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവും അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, ജന്മനെ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരമൊന്നും മറക്കരുത്. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, നിങ്ങളെപ്പെട്ട് പാതാതിന് വീഴുകയാണ്. കുഞ്ഞുങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അപ്പനെ നോക്കുകയാണപ്പാ. അവങ്ങളിലേക്ക് നോക്കി അവർ പ്രകാശിതരാണ് ഇവിടെ മുകളിൽ രക്ഷിച്ചു പോയത്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥ നിങ്ങളുടെ മക്കളുള്ളതിനായി ഇഷ്ടമാക്കണം. നടക്കുന്ന ശുശ്രൂഷയിൽ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നീ തന്നെ എല്ലാ ടേക്ക് ഓവർ ചെയ്യണം. പരിശുദ്ധാത്മാവ് തന്നെ കഥാവെ ഇരുവരെ ഒന്നാക്കണം. കഥാവെ ആദ്യോടവിടെ നീ തന്നെ എല്ലാം ടേക്ക് ഓവർ ചെയ്യണം. അഭിഷക്തന്മാരെ അങ്ങനെ കരങ്ങൾ തരുന്നു, അതിന് ശുശ്രൂഷകൾ അങ്ങനെ കരങ്ങൾ തരുന്നു. സകലവും നന്നായി ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കാനാവിന്റെ കല്യാണത്തിലെ ഇല്ലായ്മയെ അവൻ മഹത്വമാക്കിയതുപോലെ ഇന്ന് രാത്രി ഇന്ന് പകൽ ഒരു മഹത്വത്തിന്റെ തുടക്കമാകുന്നത് കർത്താവിന്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകരമായ ഈ പകലിൽ ഒത്തിരി സന്തോഷത്തോടു കൂടെയാണ് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്നത്. ഇങ്ങനെ ദൈവസന്നിധിയിൽ ചേർന്ന് വരുവാൻ, ഒരുമിച്ച് വരുവാൻ കർത്താവ് നമുക്ക് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുകയാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി ഇന്ന് പകലിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിയുക്ത വധുവരന്മാരാണ്. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രത്യേക ഒറ്റ വാക്കിൽ അവരെ രണ്ടുപേരെയും ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ടാണ് ദൈവകൃപയിൽ ഞാൻ താല്പര്യപ്പെടുന്നത്. പ്രിയ ജോർജ് കുട്ടി KJ, കോട്ടക്കുഴി കുടുംബത്തിൽ അപ്പോൾ തന്നെ ന്യൂജ ദൈവസഭ കണമനയുള്ള ബന്ധത്തിൽ സജീവമായി കർത്താവിനെ ആരാധിക്കുകയും പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ജോയിച്ചാന്റെയും രമണിയാന്റിയുടെയും മകനാണ്. തന്നെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. ഇന്ന് പകലിൽ അവരുടെ ബന്ധുമിത്രാദികളായി, ചർച്ചക്കാരായി, സ്നേഹിതരായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തനാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ നീട്ട വധു എന്ന് പറയുന്നത് ബെറ്റി മാത്യു. തന്നെ ഓർത്തും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവർ തമ്മിലുള്ള വിവാഹ ജീവിതം, കുടുംബജീവിതം എല്ലാ നിലയിലും ധന്യമായി തീരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് സഹായിക്കും. അവരുടെ ഇരു കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിപ്പാൻ്റെ ചിരട്ടെ. ഇരു സഭകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവർ, തുടങ്ങുന്ന ഈ ബന്ധം, ഇരു കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇരു സഭകൾ തമ്മിലുള്ള ബന്ധം ഏറ്റവും കെട്ടുറപ്പായി മാറുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദിനം കണമല്ലാതെ ദിവസങ്ങളുടെ സൂക്ഷിതമായിരിക്കുന്ന കഥാവിലാസ് ബിജുമാൻ പാസ്വാദികൾ കഥാവിലാസിനെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വിലാസം ക്രമീകരിച്ചിരിക്കുന്ന ഒരു വിവാഹ ശുശ്രൂഷകളാണിത്. എങ്കിലും ഔദ്യോഗികമായ കഥാവിലാസം ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് പകൽക്കാലം വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാരോട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹീതനായ കഥാവിലാസൻ ഡോക്ടർ PC അലക്സാണ്ടർ അവറുകൾ കഥാവിലാസൻ ഞാൻ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായി സംഗീതം വായിച്ച പാസ്റ്റർ സന്ധ്യ ചാക്കോവറുകൾ. അതുപോലെ തന്നെ നമുക്കറിയാം, കോവിഡിന്റെ പ്രോട്ടോകോൾ നിമിത്തമായിട്ട് സ്ക്രീനിൽ ഇരിക്കാൻ ഉള്ള പരിമിതികളുള്ളത് കൊണ്ട് ഓഡിയൻസിനകത്ത് കഥാവിലാസന്മാരിൽപ്പെട്ട ദേവദാസന്മാരെ ഞാൻ വന്ദനം ചെയ്യുന്നു. കഥാവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കുന്ന ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. പലപ്പോൾ പറയാനുള്ള കാര്യം പ്രകാരമുണ്ട്. എന്തുകൊണ്ടായിരിക്കും വചന ശുശ്രൂഷകളും തന്നെ പരാജയപ്പെട്ടു പോകുവാൻ തീരത്തിൽ? ഒരിക്കലും യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമ ഇപ്രകാരമുണ്ട്. രണ്ടുപേർ ഭവനം പണിയുന്നു, വീട് പണിയുന്നു. ആ വീട് പണിയെ കുറിച്ച് കൊടുത്തിരിക്കുന്നതാണ്. ഒരുവൻ ബുദ്ധിയുള്ളവരെന്നും ബുദ്ധിയില്ലാത്തവരെന്നും രണ്ട് ഭാഗമായി നമ്മൾ ഇവരെ തിരിച്ചിരിക്കുന്നു. പക്ഷേ രണ്ടുപേരും ഭവനം പണിത് അടിസ്ഥാനപരമായി തന്നെ മണലിന്മേൽ ഒരുവൻ ഭവനം പണിയുന്നു. എന്റെ അടുക്കൽ വന്ന് എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനാകും എന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഉദാഹരണം പറഞ്ഞത്. ആവർത്തിക്കാം. എന്റെ അടുക്കൽ വന്ന് വചനം കേട്ട് പണിയുന്നവൻ
വചനം കേൾക്കുന്നവൻ ഇന്നവനോട് തുല്യനാകും എന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് കർത്താവ് ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ആ വാക്യത്തിന്റെ യഥാർത്ഥ ഭാഗം ഇപ്രകാരമാണ്: ദൈവവചനത്താൽ അടിസ്ഥാനപ്പെട്ട ഒരുവൻ ഭവനം പണിയുമ്പോൾ ഒരുവന്റെ അടിസ്ഥാനം വചനത്തിന്മേലല്ലാതെയായി മാറി. ദൈവവചനത്താൽ അടിസ്ഥാനപ്പെട്ട നിങ്ങൾ കുടുംബജീവിതം തുടങ്ങുന്നതെങ്കിൽ പ്രതികൂലം വരാം, പ്രശ്നങ്ങൾ വരാം, എന്നാൽ അവിടെയൊന്നും തളർന്നു പോകുവാനിടയില്ല. അതുകൊണ്ട് തന്നെയാണ് വചനത്തിന് പ്രാധാന്യം തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്കിലും പ്രൈസ് ദി ലോർഡ് വളരെ കൃത്യസമയത്ത് തന്നെ ശുശ്രൂഷകൾ പര്യവസാനിക്കുമാറും വളരെ നേരത്തോടെ ഞങ്ങളെ കാര്യങ്ങൾ ക്രമീകരിപ്പണ്ടേച്ചിലും രാത്രിക ശുശ്രൂഷയാക്കി എന്തൊക്കെ ആവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയുടെ ആദ്യോടൊപ്പം ഹല്ലേലൂയ സംസാരിക്കാതെ ഈ ശുശ്രൂഷ ഞങ്ങൾ ചേർന്ന് സഹകരിപ്പാൻ കർത്താവിന്റെ സ്നേഹത്തിൽ അർപ്പിക്കുന്നു. ആരംഭ സമയം വധുവിന്റെ ഭാഗത്തുനിന്ന് അനുഗ്രഹീതനായി കർത്താവദാസൻ ഗോൾഡി പാസ്റ്റർ ചില നിമിഷങ്ങൾ ദൈവദിനം പങ്കുവെക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഈ ഓഡിറ്റോറിയത്തിന്റെ തണലിലായിരിക്കാൻ നമുക്കിടയാക്കി. തിരുവനന്തപുരത്ത് നാം വായിക്കുന്ന 2 3 പേർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ നമ്മളോട് വന്നിരിക്കുന്ന കർത്താവിന്റെ മുൻപിലാണ്. ആ മാന്യതയോടെ നമ്മളിരിക്കണം. സഹോദരിമാരൊക്കെ ആ സാരിയുടെ തലപ്പോണ്ടോ ചുരിദാറിന്റെ ചുരുങ്ങോണ്ടൊക്കെ അവരുടെ തലയൊക്കെ ഒന്ന് മറച്ച് കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനല്ല, ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ അനുഗ്രഹമായി തീരണമെങ്കിൽ നമ്മുടെ ഇരിപ്പും നമ്മുടെ നോട്ടവും നമ്മുടെ വിചാരവും നമ്മുടെ പ്രവൃത്തിയൊക്കെ അതിൽ ഉൾപ്പെട്ടതാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷത അലങ്കരിക്കുന്ന ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാംകുട്ടി തോമസ്, ഈ ദൈവസഭയുടെ അനുഗ്രഹീതനായ ശുശ്രൂഷകൻ പാസ്റ്റർ ബിജുമോൻ ജോസഫ്, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷ ആസ്വദിക്കുവാൻ വളരെ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ കടന്നു വന്ന് നാം ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിൻസ് തോമസ് മാസ്റ്റർ, മറ്റ് സന്നിധരായിരിക്കുന്ന ദൈവദാസൻ, എറണാകുളത്ത് വന്ന് ഈ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് ആ കുടുംബത്തെ സ്നേഹിച്ച് എൻഗേജ്മെന്റിലും വിശുദ്ധ വിവാഹത്തിലും സംബന്ധിക്കുന്ന കർത്താവിന്റെ ദാസൻ റോണി പാസ്റ്റർ, നമ്മുടെ ജോർജ് കുട്ടിയുടെ അമ്മാച്ചന്മാർ 2 പേര് കർത്താവിന്റെ വേലയിലാണ്. അവരുടെ കുടുംബത്തിൽ പലരുമെങ്കിലും പ്രിയ മൂത്ത അമ്മാച്ചൻ പ്രിയ അച്ചായനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സഹോദരതുല്യം സ്നേഹിക്കുന്ന പ്രിയ അലക്സച്ചാനെ അമ്മാമയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബ്ലസൻ സണ്ണി പാസ്റ്റർ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഗായക സംഘം പ്രിയ സാം തന്റെ സഹോദരൻ, മറ്റ് സന്നദ്ധരായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ ഇടങ്ങളിൽ കടന്നു വന്ന് ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവദാസന്മാർ, ദൈവങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറി പ്രിയ മോണിച്ചായൻ, പ്രിയ സണ്ണിച്ചായൻ, എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. എനിക്കിന്ന് അവിടെ ഭാവിയെ ഓർത്ത് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ദൈവവിടെയാക്കി. കർത്താവ് തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കുഞ്ഞിനു വേണ്ടി ശ്രേഷ്ഠമായി ചെയ്യും. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, കർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യവും നന്നായി ചെയ്യുന്ന ദൈവമാണ്. അവൻ ഭംഗിയായി ചെയ്യുന്ന ദൈവം. നമ്മുടെ കർത്താവ് ഒരിക്കലും മറന്നു കളയുന്ന ദൈവം. എബ്രായ ലേഖനം കർത്താവ് പറയുന്നു, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച നീതി അവൻ ഒരിക്കലും മറന്നു കളയുന്ന ദൈവം. പ്രിയ ബെറ്റിയുടെ പിതാവ് പല സഭകളിലും, റാന്നിയിലുള്ള പല സഭകളിലും വളരെ അനുഗ്രഹീതമായ നിലയിൽ ശുശ്രൂഷ നിർവഹിച്ചു. കുടുംബത്തി സഭയുടെ ആലയത്തിന്റെ പണി തന്റെ പരിശ്രമം കൊണ്ടും അത്യധ്വാനം കൊണ്ട് അതിന്റെ പണി പൂർത്തീകരിക്കാനുള്ള ദൈവവിളിയാക്കി. മരണത്തെ പറ്റി ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ലെങ്കിലും കർത്താവ് ആരെയും അനാഥരായി വിടുന്ന ദൈവമല്ല. ഞങ്ങളുടെ പ്രിയ ജോർജ് കുട്ടി ഓർത്ത് സ്തോത്രം ചെയ്യും. ഈ ജോർജ് കുട്ടി എനിക്ക് നേരത്തെ അറിയാം. ഞാൻ കൊണ്ടുവന്ന ദൈവസഭയിലായിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അവിടെ ഞങ്ങളുടെ സഭയിൽ കടന്നു വന്ന് ആരാധിപ്പാനൊക്കെ ദൈവവിളിയാക്കി. ഞാൻ ജോർജ് കുട്ടിയെ പറ്റി മറക്കാത്തൊരു കാര്യം, ജോർജ് കുട്ടി ഒരു ദിവസം ആരാധനയ്ക്ക് വന്നപ്പോൾ അവിടെ വാസ്തവത്തിന്റെ ഏതോ ഒരു പിരിവ് നടക്കുകയാണ്. പിരിവ് പറഞ്ഞിട്ട് സഭാവിശ്വാസം അവിടുത്തെ സഭയുടെ അംഗങ്ങളെല്ലാവരും മൗനമായിരിക്കുമ്പോൾ ജോർജ് കുട്ടി നല്ല ഒരു തുക അവിടെ ആ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ താനെ അവിടെ ഏൽക്കുവാൻ തേടി. അതൊക്കെ ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ്. അതിൽ ആ സ്വർഗത്തിന്റെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് ഓർത്ത് സ്തോത്രം ചെയ്യും. അവർക്ക് 2 പേർക്കും ദൈവം തക്ക സമയത്ത് അവർക്കുള്ള ഭാവിക്ക് വേണ്ട ക്രമീകരണങ്ങൾ ദൈവം ചെയ്തത്. 30-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചു, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാകെ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ വലിയത്. ആ നന്മയിലേക്ക് പ്രവേശിക്കുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം സഹായിച്ചു. കർത്താവിന്റെ ദാസൻ അധ്യക്ഷൻ തന്റെ ആമുഖ പ്രസംഗത്തിൽ ഓർപ്പിച്ചതുപോലെ
യഹോവ വീട് പണിയായിരുന്നാൽ എല്ലാം പരാജയമാണ്. എനിക്കിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നെ മറന്നാലും ക്രിസ്മാസിനെ മറന്നാലും ഈ കുഞ്ഞുങ്ങളെ മറക്കരുത്. ഞാൻ ആദ്യം വിചാരിച്ചു എന്റെ മോടെ കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ സ്വതന്ത്രനായി, എല്ലാ ഉത്തരവാദിത്വവും കഴിഞ്ഞെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ പ്രിയപ്പെട്ടവര്, ഒരു പിതാവ് എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും, ഉത്തരവാദിത്വം കൂടിയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ കഴിഞ്ഞ ദിവസം അവള് 4 രാജ്യം വഴി യാത്ര ചെയ്ത് ഇന്ന് വെളുപ്പിനെ അവള് കാനഡയിൽ എത്തപ്പെടുവാനിടയായി. ഈ ഓരോ രാജ്യത്ത് എത്തപ്പെടും അവിടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞാൻ പുറമെ കരഞ്ഞില്ലെങ്കിലും എന്റെ ഉള്ളം വളരെ പ്രയാസപ്പെടുകയായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എത്രയേ ഉള്ളൂ, കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. അവിടെ ഭാവി നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം ഈ കുഞ്ഞുങ്ങളുടെ മേൽ ചൊരിയപ്പെടുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കും. എനിക്കിത് വളരെ മറ്റൊരു സന്തോഷം നിങ്ങളുടെ പ്രിൻസിപ്പാളിനെ ഓർത്താണ് സ്തോത്രം. എങ്കിലും എല്ലാ ദൈവദാസന്മാരും ഒരുപോലെ ബഹുമാനിക്കും, ഒരുപോലെ ആദരിക്കുന്ന ഒരു കർത്തൃദാസനാണ് പ്രിയ പ്രിൻസിപ്പാൾ. അദ്ദേഹം ഈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുന്നതിൽ ഞാൻ ഹൃദയം തുറന്ന് സന്തോഷിക്കും. അതിനെ ആക്രമണം ചെയ്ത് അന്നുമുതൽ ദൈവദാസനോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മറ്റൊരു പറയുന്ന വിവാഹം എല്ലാവർക്കും മാന്യമാണ്, ഇടയ്ക്ക് നിർമ്മലവുമായിരിക്കും. അത് പറയാൻ സ്തോത്രം ചെയ്യും. നിങ്ങൾക്ക് ലഭിച്ച തലമുറകളെ ഓർത്ത് സ്തോത്രം ചെയ്യും. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, കുടുംബ തകർച്ചകൾ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കും. നമുക്കറിയാം, ഈ ദിവസങ്ങളൊക്കെ പത്രദ്വാര TV-യിലൊക്കെ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ, ജോലി ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെ മറ്റു പലവിധമായ സാഹചര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ എത്രയോ കുടുംബ തകർച്ചകളുടെ കാര്യം ഞാൻ നിങ്ങൾ വായിച്ചുകൊണ്ട് വളരെ ഭയാനകമായ കാര്യം. ഞാൻ ആ ചിന്തകളൊക്കെ ഇന്നലെ രാത്രിയിൽ അല്പസമയം അയവിറക്കിയപ്പോൾ എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു കാര്യം, ഇന്നും കോടാനുകോടി ദൈവദാസന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കല്യാണ വിഷയം, ലോകം മുഴുവൻ പ്രൈസ് ദി ലോർഡ് അറിയുന്ന ഒരു കല്യാണം. അത് യേശുവിനെ ക്ഷണിച്ച ഒരു കല്യാണമാണ്, കാനാവിലെ കല്യാണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലോകം മുഴുവൻ കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരു കല്യാണമാണ് ചാൾസ് രാജകുമാരന്റെയും ഡയാന രാജകുമാരുടെയും വിവാഹം. അതൊക്കെ അന്ന് നമ്മൾ വളരെ ആകാംക്ഷയോടെ കേൾക്കുകയും കാണുകയും ഒക്കെ നമ്മൾ ചെയ്തു. എന്നാൽ അത് നിലനിന്നില്ല കേട്ടോ. ഇന്ന് പകൽക്കാലം ഓർത്തോളം എനിക്ക് വാത്സല്യ എന്റെ ജോർജ് കുട്ടിയോടും എന്റെ ബെറ്റിമോളോടും പറയാനുള്ളത്, ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അന്യോന്യം വേർതിരിയും. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവാത്മാവിൽ ഒരു ദൂതനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലേക്കും നിങ്ങൾ യേശുവിനെ നിങ്ങൾ സ്വാഗതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദാവീദ് എന്ന ഭക്തനായ മനുഷ്യൻ ദൈവത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കും, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുരുങ്ങിപ്പോകയില്ല. പ്രൈസ് ദി ലോർഡ്. കാനാവിലെ കല്യാണ വീട് ഓർക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ആ വീടുള്ള കാലത്തോളം നിലനിൽക്കുന്ന ആ പോരായ്മ, ആ അപവാദം, അത് മാറാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ യേശുവിനെ ആ കല്യാണ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്നുള്ളത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നാം വിചാരിക്കുന്നതിന് അപ്പുറമായി വളരെ പ്രശ്നസങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ ദിവസങ്ങളൊക്കെ ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും, ഒരു കുടുംബങ്ങളിൽ സമാധാനമില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്നവരോട്, പുതിയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങളോടും എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ പ്രശ്നസങ്കീർണമായ വിഷയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ സ്വാഗതം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ 2 പേര് വീട് പണിതു. അവർ ബുദ്ധിയുള്ളവരാണ്, കഴിവുള്ളവരാണ്. വീടിന്റെ പണിയൊക്കെ നന്നായി പൂർത്തീകരിച്ചെങ്കിലും അവർ പ്രതീക്ഷിക്കാത്ത പ്രത്യാഘാതങ്ങൾ ആ വീടിന് വേണ്ടി അലിയടിച്ചപ്പോൾ പാറമേൽ അടിസ്ഥാനപ്പെട്ട വീട് നിലനിൽക്കുവാൻ ദൈവടിയാക്കി. ഇന്ന് പകൽക്കാലം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവസമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ഈ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം ചൊരിയട്ടെ. ഇരു കുടുംബങ്ങൾക്കും ഇരു സഭകൾക്കും ദൈവം അവരെ അനുഗ്രഹമാക്കി തീർക്കട്ടെ. അവർക്ക് ആവശ്യമായ ദൈവിക നന്മകൾ നമ്മുടെ ആദ്യപിതാക്കന്മാരെ ജയത്തോടെ നടത്തിയ കർത്താവ് അവരെ ജയത്തോടെ നടത്തട്ടെ. കക്കുടുംബൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെയും അവിടെയുള്ള എല്ലാ ദൈവമക്കളെയും ഞങ്ങളുടെ ഈ കുടുംബത്തിന്റെയും എല്ലാ അനുമോദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ബഹുമാന്യ ദൈവദാസന്മാരുടെ നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർമ്മിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുന്നു.
ഒരു പ്രായമുള്ളതാണ് ആലോചന ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളോടൊപ്പം ആലോചന ഈ കൂടെ വരുന്നത് ഞാനാണ്. ഞങ്ങൾ എണ്ണോണ്ടിരിക്കുമ്പോൾ ഒരു ഗുണമോചനമില്ലാതെ പെട്ടെന്ന് ഒരാൾ ഒരു പയ്യൻ വന്നിട്ട് ഒരു കോടാലി എടുത്ത് എൻ്റെ കഴുത്തിന് ശേഷം കഴുത്തറ്റി വരുന്നു. അങ്ങനെ കുറേ സംഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറക്കാനാകാത്ത ഒരൊറ്റ വെട്ടൻ്റെ കഴുത്തിലുണ്ട്. എന്തിനാണ് നമുക്ക് അറിയത്തില്ല. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടി വന്ന് സംഭവിച്ചൊരു കാര്യമാണ്. അന്ന് എന്നെ ബലപ്പെടുത്തി കൂടെ നിന്നിട്ട് കൂടി ശകലം പോലും വലിയ പതറാതെ ഇറങ്ങിക്കേണ്ട ഏതായാലും വീശിയില്ലേ ഈ കല്യാണം നടന്നത് മാറുന്നു എഴുതിയില്ലേ നിങ്ങളുടെ കല്യാണം നടത്തി അന്ന് ഞാനുള്ള അത്രയും തയ്യാറ അദ്ദേഹം ഉണ്ടാവുമല്ലോ. എന്നാൽ ഇത്രയൊക്കെ സംഭവിച്ചില്ലേ ഭർത്താവ് കൊണ്ടതേ നമുക്ക് പോകുന്നില്ല. സാധുവല്ല ഈ ബഹളവും ശബ്ദോപാധങ്ങളൊന്നും ഇല്ലെങ്കിലും വളരെ അനുഗ്രഹീനായ ഒരു പിതാവിനെ ഞാൻ വളരെ ചെറിയ സമയം കൊണ്ട് ഹൃദയത്തെ സൂക്ഷിക്കുന്ന ഒരു ദേവദാസൻ കുഞ്ഞുദാസൻ ഞാൻ സ്വാഗതം ചെയ്തു. ഒപ്പം തന്നെ അവിടെ നോക്കേണ്ട വളരെ ബന്ധപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരൻ പോലെ കുടുംബത്തെ സ്നേഹിച്ചിരുന്ന ഒരു രോമനുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു നൽകിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ സമയത്ത് ഓർമ്മ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ മക്കളുടെ വിവാഹം നടക്കുവാൻ ദൈവം സഹായിച്ചത് കർത്താവായി കൈവിടത്തില്ല. ദൈവങ്ങളുടെ കൂടെയുള്ള ഈ കൈവിടപ്പെട്ട സാഹചര്യമാണ് നമുക്കുള്ളത്. പ്രത്യേകിച്ച് മഹാവ്യാധികളുടെ സമയം അതിൻ്റെതായ അനിശ്ചിതത്വങ്ങളും ആത്മതകളൊക്കെ എല്ലാവരുടെയും മുഖത്തുണ്ട്. കാരണം ഇതിന് കഴിഞ്ഞിട്ടും ചിലർ വരാനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ക്രമീകരണങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ പക്വമായിട്ട് എല്ലാ കാര്യവും നടക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പം എല്ലാവരെയും സഹായിക്കട്ടെ. കാറ്റപ്പോൾ നടന്നു കഴിഞ്ഞ് ജീവിതം വീട്ടിൽ ദൈവം സഹായിക്കുന്ന അഭിനന്ദനക്കായി ഈ മകളുടെ കുടുംബത്തോടൊപ്പം ബന്ധത്തിൽ ഒത്തിരി കടപ്പാടുകളുള്ള ഒരാളാണ് ഓടിപ്പാസ്. അദ്ദേഹത്തിന് ഞാൻ ബ്ലസ്സിയോടും ജർമ്മനോടുള്ള ബന്ധത്തിൽ അവരെ ഒത്തിരി കരുതിയ, ഒത്തിരി സ്നേഹിച്ച, ഒത്തിരി കൊണ്ടാടുന്ന ഒരു വലിയ ദേവദാസനാണ് ഈ ഓടിപ്പാസ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നല്ല കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഓർമ്മയുണ്ട്. പാസ് ഒരു മനുഷ്യൻ ചെയ്തോ. പിന്നെ സാധാരണ നല്ല കാര്യങ്ങൾ പറയുന്ന ചോദിച്ചാൽ ചത്ത് കഴിഞ്ഞ് ഒക്കെ വെക്കുമ്പോൾ പോയി അങ്ങനെ ഒരു കേൾക്കുന്നത് ഒരു കുടുംബം കഴിഞ്ഞ് നാളെ വരെ സ്വാഭാവികമായി ജീവിതം നയിച്ചവർ മക്കൾ ജയിച്ചു കഴിഞ്ഞാൽ മാറിയേ ഒക്കത്തുള്ളൂ. കാരണം മക്കളെ കുറിച്ച് കുറച്ച് മുന്നറിവ് കിട്ടും. ആ മുന്നറിവ് കിട്ടിയ മനുഷ്യൻ മക്കൾക്ക് വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ മതി. ഇവൻ മരിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നുള്ളതാണ് പേരില്ലാത്ത. അതുകൊണ്ട് തന്നെ അവൻ മരിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ടായിരിക്കണം വേദപുസ്തക പാരമ്പര്യത്തെ ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്നത് മെതൂശലയാണ് 941. ആ കണക്കിൽ കൃത്യം പഠിച്ചാൽ നോഹ എന്ന തന്റെ കൊച്ചുമകന് 600 വയസ്സായപ്പോൾ പ്രളയം തുടങ്ങി. 37. ആ പ്രളയം തുടങ്ങി അതേ വർഷത്തിൽ മെതൂശലന് 969 വയസ്സായിട്ടുണ്ട്. അപ്പൊ മെതൂശലൻ മരിച്ചു, പ്രളയം തുടങ്ങി. ഈ കാര്യം ആനോക്കിന് നേരത്തെ അറിയായിരുന്നു. 4 തലമുറയ്ക്ക് മുമ്പുള്ള ശേഷം നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് മുന്നറിയിപ്പ് കിട്ടി. ഒരു കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ ഏറ്റവും ആവശ്യം മുന്നറിയിപ്പ് വേണം. ഇനിയുള്ള കാലം മുന്നറിയിപ്പില്ലാതെ പോകാൻ ഒത്തില്ല. എല്ലാ അമ്മമാരോടും ഞാൻ പറയട്ടെ, ഒരു വിവാഹവേദിയിലാണ് നാം ഇരിക്കുക. പക്ഷെ അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, കുടുംബനാഥൻ എന്ന നിലയിൽ മുന്നറിയിപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് മുന്നറിയിപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കിങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ വിവാഹം നോക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഒരു വിവാഹത്തിന് വേണ്ടി നാം ഒരിക്കലും വന്നിരിക്കുക. പക്ഷേ എൻ്റെ പിതാവ് മരിച്ചു 2017. മരണത്തിന് മുമ്പ് ഒരു 50 വർഷത്തെ സമാന അനുഭവങ്ങളില് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമില്ല. ഞങ്ങളുടെ ചേർത്ത് ഈച്ചയായിരുന്നു എൻ്റെ അപ്പാവ്. അതെങ്ങനെ അറിയാൻ ചോദിച്ചാൽ എൻ്റെ കാൻവാസിനെ കിടന്നോണ്ട് അറിയുന്നത്. കാലമേ വെച്ച് വയ്യാതിരിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞു രാത്രി 10 പ്രാർത്ഥിക്കുക എന്നാലും മുഴുവൻ കാര്യങ്ങളും താൻ അറിയാം. അതെല്ലാം വിളിക്കും, പറയും, സോൾവാകും. ഇതിനെ അറിയാതെ പല കാര്യങ്ങളും തീർന്നും പലതും നല്ലതായി നഷ്ടപ്പെട്ടു നോക്കാൻ പോയ പലതും വളരെ നേരമായിട്ട് 1-2 പേരെ ഞങ്ങളുടെ കൈവശം വന്നു കുഞ്ഞിന്. പക്ഷെ അത് മുന്നറിവില്ലാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലതിൻ്റെ കയ്യിൽ നിന്ന് കൈകളിൽ പോയി. ഞാൻ ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അപ്പൻ എന്ന നിലയിൽ, ശുശ്രൂഷൻ എന്ന നിലയിൽ മുന്നറിവുള്ള ഒരാളായിരിക്കും. എത്ര ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു മുന്നറിവ് എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കണം. ഇവിടെ ഇന്ന് സകല പിതാക്കന്മാരും പ്രാർത്ഥിക്കണം. ഇനി വരുന്ന ഒരു തലമുറ എന്തായിരിക്കും നമുക്കറിയത്തില്ല. പക്ഷേ കാരണം ആ തലമുറ മുന്നോട്ട് പോകണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. നമുക്കൊരു മുന്നറിവ് കിട്ടും. ആരോട് പ്രാർത്ഥിച്ചു
പ്രാർത്ഥിച്ചിട്ടുണ്ട്. 4ാം തലമുറയെ പ്രളയത്തിൽ ഒറ്റ കുടുംബത്തെ രക്ഷപ്പെട്ടുള്ളൂ. അത് ഈ ഹാലലിന്റെ കൊച്ചുമനാണ്. വലിയപ്പന്റെ പ്രാർത്ഥന താൻ മരിച്ചിട്ടും മരിക്കുന്നില്ല. 300 വർഷം കഴിഞ്ഞ്, എത്ര വർഷം കഴിഞ്ഞ് വന്നത് താൻ മരിച്ചിട്ടും തന്റെ പ്രാർത്ഥന മരിച്ചില്ല. അത് കഴിഞ്ഞ് നോമ്പിന്റെ കാലം വന്നു. പാപം പെരുകിയ കാലം ബോധിച്ച് ഏതെങ്കിലും കാര്യം പറയണം. അപ്പൊ ദൈവം നോമ്പിയോട് പറഞ്ഞു, നീ ഒരു പെട്ടെന്ന് പണിയാണ്. ഈ ഒരു പെട്ടെന്ന് പണിയാണ് ലോകോട്ടെയും വലിയും അവിടെ പരിധികളുള്ളത് പെട്ടെന്ന് പണിയാണ്. അപ്പോൾ പെട്ടെന്ന് പണിയുമ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗോഫർ മരം പണിയാണ്. അതിൻ്റെ കാര്യം എല്ലാ മരവും പ്രളയം അതിജീവിക്കത്തില്ല. ഗോഫർ മരം പ്രളയം പണിയാണ്. പെട്ടെന്ന് പണിയാണ്. പ്രളയം അതിജീവിക്കണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ പണിയുന്ന പെട്ടകത്തിന് ചില കാര്യങ്ങൾ വേണം. ഒന്നാമത്തെ കാര്യം മുറികൾ വേണം. യു ഹാവ് ടു മേക്ക് റൂംസ് ഇൻ ദാറ്റ് റൂംസ് വേണം. മുറികൾ വേണം. മലയാളത്തിൽ മുറികളാണ്, അവകളാണ്, റൂംസാണ്, മുറികൾ. അപ്പോൾ വേറൊരു സത്യം, ആ പെട്ടകം പണിയുമ്പോൾ അത് മുറികൾ വേണം. മുറികൾ എന്തിനാ? പല കാര്യങ്ങളുണ്ട്. സെപ്പറേഷൻ, അതിനകത്ത് സ്വകാര്യതകളുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവും സ്വകാര്യതകൾ വേണം. മക്കൾക്ക് അവരുടേതായ സ്വകാര്യതകൾ വേണം. ഓരോ മുറിക്ക് ഓരോ പർപ്പസാണ്. നമ്മൾ വീട് പണിയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യും. അങ്ങനെയാണ്. ആദ്യം സിറ്റ് ഔട്ട്. എന്തിനാണ് സിറ്റ് ഔട്ട്? ധർമ്മം ചോദിക്കാൻ വരുന്ന ഒരാളെ ബഹുമിക്കേണ്ട ആവശ്യമില്ല. അതിനാണ് സിറ്റ് ഔട്ട്. രാഷ്ട്രീയ പിന്തുണ വരുന്നവരെ വരിക്കാത്ത ധർമ്മമൊന്നുമില്ല. പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. രണ്ടാമതിനെ കുഞ്ഞിരിപ്പുണ്ട്. താഴത്തെ തന്നെ ഞാനിരിക്കുക. അമ്മ പ്രാർത്ഥിക്കാൻ വിളിച്ചതാണ് കുഞ്ഞിന് വേണ്ടി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അമ്മ, ഞാൻ വന്നപ്പോൾ അമ്മ കുഞ്ഞിന് ഒരു ടെസ്റ്റ് അയച്ചു. പ്ലീസ് കണ്ടാവും, കാഷ്ടങ്ങൾ വെയിറ്റിംഗ്. ടക്കെന്നൊരു മറുപടി, സോറി ഐ ആം നോട്ട് ഇൻ എ മൂഡ് ടു കം. തീർന്നു. ഇപ്പം ഞാൻ ആ വേണ്ടി വെച്ചു, ഇതിനെ ടെസ്റ്റ് അയച്ചാൽ വേണ്ടല്ലേ? നമ്മളൊന്നും വരുമ്പോൾ വരുമ്പോൾ പൊട്ടി വിളിക്കാം. ഏതാണ്ട് കണ്ടപ്പെട്ട് വന്നാൽ എന്നെ കണ്ടിട്ട് പോകും. അമ്മ പറഞ്ഞ ഒക്കത്തില്ല. അവൻ 15. ഇപ്പൊ മേളത്തെ മുറിയിൽ നിന്ന് മോനെ വിളിക്കാൻ അമ്മയ്ക്ക് പേടിയാണ്. ടെസ്റ്റ് അയക്കാം, വയലുണ്ടാകുന്ന മുട്ടാനൊക്കത്തിനും. അപ്പൊ അത് ഒരു മുറിയാണെങ്കിലും ഒരു വീടാണെങ്കിലും അവിടെ മുറികളല്ല ഉള്ളത്, മതിലുകളാണ്. വലിയ ബെഡ്റൂമാണ്. എൻ്റെ പൊന്നെ 10 നമ്മുടെ ആയിരുന്നു. ഇപ്പോഴത്തെ വലിയ മാസ്റ്റർ ബെഡ്റൂം ഒക്കെ കണ്ട ഫുട്ബോൾ ബോർഡ് പോലെ സത്യമായിട്ട് ഫുട്ബോൾ ബോർഡിന്റെ വലുപ്പം ഓരോ ബെഡ്റൂം ഉണ്ട്. 100 സ്ക്വയർ ഫീറ്റൊക്കെ. അതിനകത്ത് 1.5 ലക്ഷം രൂപയുടെ കട്ടില. കട്ടിലിന്റെ നീളവും വീതിയും 6.4 അടി 7 അടി വീതി, 6.4 അടി നീളം. അതിനൊരു രൂപ പൊങ്ങത്തില്ല. അതിനകത്തിട്ട് അത് സെറ്റ് ചെയ്തു. അപ്പൊ അതിന് 2 ലക്ഷം രൂപയുടെ ഈട്ടി കട്ടില്ല. പിന്നെ ഒരു 1.5 ലക്ഷം രൂപയുടെ കുഞ്ഞൊക്കെ വേണം മറ്റേ. പക്ഷെ ഭർത്താവ് ഇങ്ങനെയാണ്, ഭാര്യ അങ്ങനെയല്ല, കൊറോണയല്ല, സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ല, പിന്നെ മതിലാണ്. അങ്ങേയറ്റത്ത് ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ്? അവർ ഒരു മുറിയിലാണെങ്കിലും അവരിടയ്ക്ക് മതിലുണ്ട്. പക്ഷേ നമ്മുടെ വീടുകൾക്ക് മുറികൾ വേണം. എന്ത് വേണ്ട? മതിലുകൾ വേണം. ഇത് അറിയാവുന്ന പല വീടുകളിലും മതിലുകൾ വേണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. ഒരു വലിയ പ്രശ്നമുണ്ട്. പല വീടുകളിലും പിള്ളേരെ അവരകത്ത് രാത്രിയൊക്കെ ഇറങ്ങി വരും. ഉച്ചവരെ കുറവാണ്. പിന്നെ എഴുന്നേക്കും, അത് രാത്രി ഇരിക്കില്ല. അപ്പം നേരത്തെ കിടന്ന് അവരെപ്പോഴെങ്കിലും എഴുന്നേക്ക് ഇറങ്ങി വരും. ഫ്രിഡ്ജിരിക്കും, ഉണ്ടാക്കാതെ എടുത്ത് വെച്ചിരിക്കും, മൈക്രോ വെച്ച് അവരെ തന്നെ കഴിച്ചിട്ട് വരും. ഇതൊരു വലിയ സ്വാഭാവികമായിരിക്കുകയാണ്. എന്താണ് പിള്ളേരെ പുറത്തിറങ്ങുന്നില്ല, വിളിക്കാതിരിക്കുക. ഇവിടെ ഈ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ പറയാ, 6 മണിയാകുമ്പോൾ പെരക്കാത്ത കയറിയിരിക്കുന്നു. നമ്മളെ വേട്ടയ്ക്ക് ലൈബ്രറിയിൽ പോയിരിക്കും. അവിടെ പോയിരിക്കും, ഇച്ചിരി പത്താം ലേറ്റ് ആയിപ്പോൾ തിരിച്ചു വരും, ഉള്ളു പടയ്ക്കും. 6 കഴിഞ്ഞു. പിന്നെ കുറേ കൂടെ ഒക്കെ കയറും. പെരയ്ക്കാൻ പമ്പ് വന്ന് പിടിക്കാതിരിക്കുക. എപ്പോഴാണ് വന്നത്? 6 മുമ്പേ വന്നു. അടുക്കളയിൽ കയറി 10 വഴി കയറി പെരയ്ക്കാത്ത കയറി. എങ്ങാണ് താമസിക്കുമെങ്കിൽ അക്കിയുടെ പേട്ടയുണ്ടായി. എന്താണെന്നറിയാതെ സമയത്ത് അകത്ത് കയറാം. ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇവിടെ പൊന്നിട ചക്കയില് മുത്തല്ല എന്ത് വെള്ളത്തില്ല മുറിക്കുന്ന പുറത്തിറങ്ങും. ഇവിടെ ഇച്ചിരി വെയിൽ കൊണ്ടാണ്, ഇച്ചിരി വെയിൽ കൊണ്ട് ആരോഗ്യം കിട്ടണ്ട. ഇന്ന് ഇറങ്ങി വാ. അന്ന് കയറാതെ കണ്ടു കിട്ടി. ഇപ്പൊ ഇറങ്ങാൻ വേണ്ടി വലിക്കുക. അപ്പൊ നോക്കും, കാലമുണ്ടോ? മതിലുകളാണ്. ഇനി ഈ മതിൽ മാത്രമല്ല, അവിടെ ഉള്ളിൽ മാത്രമല്ല ഉണ്ടാക്കുന്നത് പറഞ്ഞത് തട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ തട്ടുകളിൽ 3 തട്ടുകൾ വേണം. ലോവർ തട്ട് വേണം, മിഡിൽ തട്ടുണ്ട്, മുകളിൽ തട്ടുണ്ട്. ഇത്രയും തട്ടുകൾ വേണമെന്ന് പറയാം. എല്ലാ മനുഷ്യനും തട്ടുകളുണ്ട്. എല്ലാ ഹൃദയത്തിനും തട്ടുകളുണ്ട്. നമ്മുടെ അകത്ത് ലോവർ തട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വളർന്നപ്പോഴുണ്ടായ സകല മുറിവുകളും സകല ഓർമ്മകളും എല്ലാം നമ്മുടെ ലോവർ തട്ട്. ഈ ലോവർ തട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ ബോധമണ്ഡലത്തെ അത് സ്വാധീനിക്കുന്നത്. സാധാരണ പറയുന്നത് റാഗി ചെയ്യുന്ന പിള്ളേര് മിക്കവാറും ഏതായാലും മതി. റാഗി ചെയ്യുന്ന സീനിയേഴ്സ് ആരായിരിക്കും? ഫസ്റ്റ് ഇയർ വരുമ്പോൾ റാഗി ചെയ്യപ്പെട്ടവരായിരിക്കും സീനിയേഴ്സിനെ റാഗി. എന്തിനാ? എനിക്ക് പണി കിട്ടി, ഞാൻ അവർക്ക് പണി കൊടുക്കും. അവൻ്റെ അകത്ത് ഗവൺമെന്റ് കിടന്നുണ്ട് റാഗി ചെയ്യുന്ന നമ്പരല്ല. അവനത് ജൂനിയേഴ്സിനെ റാഗി ചെയ്യും. അതേസമയം ആ റാഗിങ്ങിലൂടെ ഉണ്ടായ മുറിവുകൾ ദൈവാനുഗ്രഹമായി കരിയപ്പെട്ടാൽ അവർ ഒരിക്കലും റാഗി ചെയ്തു.
അപ്പോൾ നമുക്ക് ലോകത്തട്ടുണ്ട് എല്ലാ മനുഷ്യൻ. പിന്നെ ഒരു ബോധത്തട്ടുണ്ട്, അതാണ് നമ്മുടെ ഇതിൻ്റെ ലോകം. ഇത് രണ്ടും പോലെ നമുക്ക് ഒരു മുകൾ തട്ടുണ്ട്. എല്ലാ മനുഷ്യൻ്റെ അകത്തും ഒരു ബ്രോഡ് സ്പേസ് ഉണ്ട്. എല്ലാ വീടിനും ഒരു മുകൾ തട്ടുണ്ട്. എന്താ മുകൾ തട്ട്? മുകൾ തട്ട് എന്താ? 3-4 വീടല്ല. എല്ലാ വീടിനും ദൈവത്തോട് ബന്ധപ്പെടാൻ എപ്പോഴും ഒരു സ്ഥലം വേണം. ഒരു വിരിക്കപ്പെട്ട പായും പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലവും അവിടെ മുട്ടുമടക്കാൻ ആളുമുണ്ടെങ്കിൽ ഏത് പ്രളയത്തെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. മുകൾ തട്ട് തിരക്കിന്റെ ലോകം. വലിയ സുഹൃത്ത് ഞാനത് പല വൃത്തികളും എനിക്ക് സന്തോഷം തോന്നുന്ന കാര്യം. ഇദ്ദേഹത്തിന് പലോളം ബിസിനസ് സ്ഥാപനം മുമ്പ് 100 കണക്കിന് സ്റ്റാഫുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒത്തിരി പേര് സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ആ ബോർഡിൽ ഞാൻ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കി, അവിടെ ഓഫീസിൽ ചെന്ന ആദ്യം ചെയ്യുന്നത് മുൻകൂട്ടി പ്രാർത്ഥിക്കുക. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് വർക്കൗട്ടല്ല, ആദ്യം ചെയ്യുന്നത് പച്ചവെള്ളം കുറെ കുടിച്ചിട്ട് മുഖം മുന്നിയും കഴിയും 4 മണിക്കൂർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് നടക്കാൻ പോലും പറ്റും. നടക്കാൻ പോകുന്ന സംഭവം. പക്ഷെ ആദ്യം ജീവിതം തുടങ്ങുന്നത് ദൈവത്തോടൊപ്പം, ജീവിതം അവസാനിക്കുന്നത് ദൈവത്തോടൊപ്പം. നമ്മുടെ പെട്ടകം ഇനി വരാൻ പോകുന്ന പ്രളയത്തിൽ മുന്നിൽ പോകാൻ നിൽക്കണമെങ്കിൽ മുകൾത്തുള്ള പെട്ടകമായി. മുകൾത്തുള്ള പെട്ടകവും ഏത് പ്രതിസന്ധിയും അതിജീവിക്കും. എന്നിട്ട് അവര് പ്രളയം കഴിഞ്ഞ് പുറത്തിറങ്ങി. പെട്ടകം ഇങ്ങനെ കുഞ്ഞിലേക്ക് കൂടിയില്ല. വെള്ളമൊക്കെ പൊങ്ങിയപ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ല, ഇവിടുന്ന് താപ്പോട്ട് ഇറങ്ങിയ ആളാണ്. കണ്ടിട്ട് വേണം പോകാൻ കേട്ടോ. വഴി മാറി ഒഴുകിയ ആളാണ്. ഇല്ലേ? ഇവിടുന്നാണ് ആ ഇങ്ങനെ കയറി വന്നതാണ്. അത്ര വലിയ വെള്ളപ്പൊക്കത്തിലൊക്കെ ആ ഭീകര ചിത്രങ്ങൾ ഇപ്പോഴും അവിടെ കൊടുക്കും. ഈ താഴെ കാണാം. അപ്പോ പ്രളയം വല്ലാത്ത വരമാണ്. ആ വരവ് വല്ലാതെ ഉയർന്നു പോയതിൽ പെട്ടെന്ന് അവസാനം അരാരാത്ത പർവ്വതത്തില് ഈ അരാരാത്ത പർവ്വതത്തിൽ നിന്ന് അവർ പുറത്തിറങ്ങിയപ്പോൾ ആദ്യം ചെയ്ത കാര്യം ശുദ്ധിയുള്ള മൃഗങ്ങളെ കൊണ്ട് എന്ത് കഴിച്ചു? യാഗം കഴിച്ചു. ആ കുടുംബം പുറത്തിറങ്ങിയപ്പോൾ ആദ്യം ചെയ്തത് യാഗം കഴിച്ചു. ഇന്ന് യാഗത്തെ കുറിച്ച് ആരും പറയാറില്ല. കാരണം സാക്രിഫൈസ് ആണ് യാഗം. ത്യാഗം. അപ്പൊ കുടുംബം എന്ന് പറയുന്നത് യാഗം. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി എന്തായി തീരുക? യാഗമായി തീരുക. ഒരമ്മ മക്കൾക്ക് വേണ്ടി എന്തായി തീരുക? യാഗമായി തീരുക. ആളുകളുടെ ഒരു കഥയുണ്ട്. വായിച്ച് 2 കഥകളാണ്. നല്ല രസമുള്ള കഥകളാണ്. ഒന്ന് നെയ്പായസം, ഒന്ന് പോലാണെന്ന് പറഞ്ഞാൽ കഥയുടെ കഥ സാര ഇത്രയും വലിയ അമ്മ ഇങ്ങനെ ഓടി നടന്ന നമ്മുടെ പല അമ്മമാർക്കും ഒരു പ്രശ്നം. നമ്മുടെ നാട്ടിൽ നമുക്ക് പല അമ്മ ഡയബറ്റീസിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇച്ചിരി വയറ് കെട്ടിപ്പിടിക്കും. മലയാളി അമ്മ കയ്യും കാലും ഓഞ്ഞ കാലായി. കാരണം ഈ ഡയബറ്റിക് വരുമ്പോൾ ആദ്യം ഓടുന്ന കയ്യും കാലും. അപ്പൊ കയ്യും കാലും ഒക്കെ ഓഞ്ഞ ഇച്ചിരി വയറൊക്കെ കുഞ്ഞു നിൽക്കുന്ന അമ്മായി കണ്ടപ്പോൾ മീറ്റിങ്ങിന് അമ്മ വരണം. അപ്പ വരണം ചോദിച്ചപ്പോൾ കുഞ്ഞു പറഞ്ഞ അമ്മയൊന്നും വേണ്ട, ഒരാൾ അമ്മയെ കണ്ടായിരിക്കും. അമ്മയ്ക്ക് സൗന്ദര്യമൊന്നുമില്ല. അമ്മ അങ്ങനെ ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ അമ്മ വരണം. അമ്മയ്ക്ക് സങ്കടമായി. എന്നിട്ടും അമ്മ അതൊന്നും ഭാവിച്ചില്ല. അങ്ങനെ കാലം മുമ്പോട്ട് പോയപ്പോൾ ഒരു ദിവസം കൂടി നടന്ന അമ്മ മയങ്ങിപ്പോയി. അമ്മ മയങ്ങിപ്പോയി. അമ്മയെ എടുക്കൊണ്ട് സ്ട്രെച്ചറിൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഐസിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സ്ട്രെച്ചറെ തെള്ളി മയങ്ങി കിടക്കുന്ന അമ്മയെ ഐസിയിലോട്ട് കൂടി കൊണ്ടുവന്നു. പെട്ടെന്ന് അമ്മ സ്ട്രെച്ചറിൽ നിന്ന് ചാടി എഴുന്നേറ്റു. മയക്കത്തിൽ ചാടി എഴുന്നേറ്റ് ഉറക്കം പറഞ്ഞു, എന്റെ പോലെ അടുക്കള മരുന്ന് വരും. എന്നിട്ട് മുട്ടോന്ന് വീണ്ടും ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റ് പറഞ്ഞത് പരിപ്പ് കഴിയുന്ന മാത്രം. അപ്പം അപ്പോഴും അമ്മ ആരെ ഉറക്കം? അടുക്കള വരും. അമ്മ ഒരു യാഗമാണ്. ഭർത്താവ് ഒരു യാഗമാണ്. കുടുംബത്തിന് വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു യാഗം. അപ്പൊ കുടുംബം ഒരു യാഗമാണ്. ഒരുവന് വേണ്ടി ഒരു ഇല്ലാതാകുന്നതിന്റെ പേരാണെന്ത്? യാഗം. കുടുംബം ഒരു യാഗം. അവർ യാഗം ചെയ്തു. കുടുംബം ഒരു യാഗപീഠമാണ്. അവിടെ പരസ്പരം യാഗമായി തീരുകയാണ്. ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ്, കയ്യാതെ പോയ അമ്മമാരെ നോക്കുന്ന മക്കൾക്ക് വേണ്ടി ഓട്ടിസമൊക്കെ വന്ന പ്രയാസങ്ങളൊക്കെ പോകുന്ന മക്കൾക്ക് വേണ്ടി ജീവിതം ഓടിച്ച അമ്മമാർ. എനിക്കങ്ങനെ എത്ര അമ്മമാരെ അറിയാം. ലോക്ക്ഡൗൺ എന്നൊക്കെ പറഞ്ഞ് ഒറ്റയിട്ടാകില്ല. എത്ര നാളായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 10-20 വർഷമായിട്ട് പുറത്തിറങ്ങുന്ന 100 കണക്കിന് അമ്മമാരുണ്ട് സന്തോഷത്തോടെ. എന്താ കാര്യം? അവരുടെ ജീവിതം അവർ യാഗമാക്കി മാറ്റി. എൻ്റെ കുഞ്ഞിനെ ഞാൻ കളയുമെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിന് വേണ്ടി ജീവിതം കുറിച്ച ഒത്തിരി അമ്മമാരെ ഞാൻ കണ്ടു. അപ്പൊ ജീവിതം ഒരു യാഗമാണ്. അവർ യാഗം ചെയ്തു, ശുദ്ധിയുള്ള യാഗം ചെയ്തിട്ട് അവർ പുറത്തിറങ്ങിയപ്പോൾ ദൈവം അവരൊരു കാഴ്ച കാണിച്ചു. എന്താണെന്നറിയാമോ? മേലോട്ട് നോക്കിക്കേ, അവരെ കണ്ടു ഒരു മഴവിൽ ആരുടെ ഉടമ്പടിയാണ്? ദൈവത്തിന്റെ ഉടമ്പടിയാണ്. എന്താ കാര്യം? പ്രളയാനന്തര ഭൂമിയിലാണ് പറഞ്ഞത്. പ്രളയാനന്തര ഭൂമി ചെറിയൊരു ഭൂമിയല്ല. എന്താ നമുക്കറിയാം. ഈ കുറിക്കുന്നവർക്ക് എല്ലാം അറിയാം. 2018 മഹാപ്രളയം നമ്മുടെ ദേശത്തെ ഇവിടെ കൂടി 3 ദിവസത്തെ ഉണ്ടായിരുന്ന വെള്ളം 3 ദിവസം കഴിഞ്ഞ് വെള്ളം ഇറങ്ങിയപ്പോൾ ഈ നാട് ചവിട്ടാൻ പോകുന്നില്ലായിരുന്നു. സകലരും ചത്തൊടുങ്ങിയ മണ്ണിൽ
ഈ കുടുംബം കാലിൽ ഓടിയപ്പോൾ അത് കൊള്ളാമോ? കൊള്ളില്ല, കൊള്ളില്ല, കൊള്ളാതെ ജീവിച്ച് ഭൂമിയിലുണ്ടാവും. അവരോർത്ത് കാണാൻ എന്തിനാ ഇനി ഇറങ്ങുന്നത്? മരിക്കുവായിരുന്നു ഭേദം. പക്ഷെ അവർ ഇറങ്ങിയപ്പോൾ തമ്പുരാൻ അവരൊരു കാഴ്ച കാണിച്ചു. താഴോട്ട് നോക്കിയാൽ കൊള്ളത്തില്ല, പക്ഷെ മേലോട്ട് നോക്കിയപ്പോൾ അവർ കണ്ടു, മഴവില് കണ്ടു. അതെന്താ? ഇതിന്റെ നടുവിൽ നിന്നെ ഞാൻ നശിപ്പിക്കത്തില്ല. നിങ്ങൾ യാഗമാകുമ്പോൾ, നിങ്ങൾക്ക് മുകളിലോട്ടുള്ളപ്പോൾ, നിങ്ങൾക്ക് കുറികളുള്ളപ്പോൾ നിങ്ങളോടൊപ്പം എന്റെ മഴവിലുണ്ട്. ഈ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് എന്നേ ഉള്ളൂ, ഇവർ ഉടമ്പടി ചെയ്യുമ്പോൾ അവിടെ മുകളിൽ ദൈവത്തിന്റെ ഒരു മഴവിലുണ്ട്. ആ മഴവിൽ എന്താണ്? ഞാൻ അതിനെ നശിപ്പിക്കത്തില്ലെന്നുള്ളതാണ്. ഇതിന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരുപക്ഷെ നമ്മൾ പഠിച്ചത് ഹിസ്റ്ററിക്കൊക്കെ പഠിച്ചു പോസ്റ്റ് കൊളോണിയൽ ഫീൽഡ്, ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ പാരമ്പര്യത്തെ കുറിച്ചും അത് കഴിഞ്ഞുള്ള ഫീൽഡിനെ കുറിച്ചും കൊളോണിയൽ ഡിഫറൻസസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്ന പിള്ളേർ ഒരുപക്ഷെ പഠിക്കും പ്രീ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ്. കോവിഡ് കഴിഞ്ഞ യുഗത്തിന്റെ മാറ്റം. കോവിഡ് കഴിഞ്ഞ യുഗം എന്തായാലും ക്ലാസ്സുകളില്ല, ഓൺലൈൻ ക്ലാസ്. ഇന്നെന്താണ്? എല്ലാം ഓൺലൈനായി. മാർക്കറ്റുകളില്ല, കടകളില്ല, ചെറുകിട കർഷകരെല്ലാം കൂട്ടിക്കെട്ടുന്നു. ഓൺലൈനായി എല്ലാം, കോട്ടകൾ ഉൾപ്പെടെ സകലം എന്തായി? ഓൺലൈനായി. ഓൺലൈൻ ലോകം അല്ലാത്തൊരു ലോകം. അവിടെ ജോലി സാധ്യതകൾ കുറഞ്ഞു, ആഗോള സാമ്പത്തിക മാന്യം. ഇതിന്റെ നടുവിൽ കാര്യം ഓർത്താണേ, ഒന്നിനും കൊള്ളാത്ത ഈ ഭൂമിയിലേക്കാണ് ഈ മക്കളൊക്കെ കൈ വെച്ച് ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒന്നിനും കൊള്ളാത്ത ഭൂമിയിൽ അവർ കാലിൽ ചവിട്ടുമ്പോൾ അവരെ പൊതിഞ്ഞ മേലിൽ ഒരു സംഭവമുണ്ട്. അതിന്റെ പേര് മഴവില്ല. അത് കാണുന്നവരൊക്കെ ദൈവത്തിനൊക്കെ സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും നല്ല മാന്യതയുണ്ട്. കോവിഡിന്റെ ഒരു 1.5 വർഷം കൊണ്ട് ഇവിടെ കൂടിയത് ഷുഗർ അല്ല, ഇവിടെ കൂടിയത് ഹാർട്ടല്ല, ഹാർട്ട് പ്രശ്നമല്ല. കോവിഡിന്റെ 1.5 വർഷം കൊണ്ട് ഇവിടെ കൂടിയ ഒരു കാര്യമാണ് മാനസിക രോഗവും വിഷാദവും. ഇന്ന് രാവിലെ ഞങ്ങൾ പെൺകുട്ടിയെ കണ്ടിട്ട് വരിക, ഒരു കുഴപ്പമില്ലാത്ത കുട്ടി വീട്ടിൽ ഇരുന്ന് വിഷാദ രോഗിയായിട്ട് മാറി. ചിന്തിച്ചു കൂട്ടുക, വിഷാദ രോഗം കൂടുന്നു, മാനസിക പ്രശ്നങ്ങൾ കൂടുന്നു. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇത് കാണാത്തോണ്ടായി പ്രശ്നമല്ല. കാണണം. ഇതിന്റെ എല്ലാ അനിശ്ചിതത്തിന്റെ നടുവിലും കാർമേഘത്തിന്റെ ഒരു സൂര്യശോഭയോടെ കാണുന്ന മഴവിലും. ലോകത്തിലെ ഏറ്റവും മനോഹരതയുള്ളത് മഴവിലും. വിദ്യവും സപ്തവർണ്ണങ്ങളിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന മഴവില് തമ്പുരാന്റെ ഉടമ്പടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗാനമുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗാനം. ആ ഗാനം ഏതാണ്? ഒട്ടകം ചോദിച്ചാൽ എഴുതിയൊരു ഗാനമാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഗാനം എഴുതിയത്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, സുവിശേഷകരൊക്കെ ഇറങ്ങിയപ്പോൾ പട്ടിണി കിടന്ന് ആ മക്കള് ആ കുടുംബം വല്ലാതെ ബാധിക്കും. അപ്പൊ കുഞ്ഞ് അമ്മയുടെ പാല് പിടിച്ചുകൊണ്ട് വിളിക്കുന്നതാണ്. പക്ഷെ അമ്മ കഴിച്ചിട്ട് കുറേ ദിവസമായി, അതുകൊണ്ട് അമ്മയുടെ മാറിൽ പാലില്ല. പാലില്ലാത്ത മാറ് കുഞ്ഞ് കുടിക്കുമ്പോൾ അത് അമ്മയ്ക്ക് നൊമ്പരമായിട്ട് മാറി. നൊമ്പരപ്പെട്ടപ്പോൾ അമ്മ വല്ലാതെ വിശപ്പും കുഞ്ഞിന്റെ നൊമ്പരവും. അതുകൊണ്ട് അമ്മ വല്ലാതെ സ്ക്രീൻ ചെയ്തു. അമ്മയുടെ ആ ഒരു വേദന ശബ്ദം പുറത്തു വന്നപ്പോൾ അദ്ദേഹം ആ കട്ടളപ്പടി നിന്നുകൊണ്ട് എത്തി നോക്കി മുറിയിലോട്ട് ചോദിച്ചു, താൻ ഭാര്യ വിളിക്കുന്നത് സഹജയെന്നായിരുന്നു, ക്ഷീണിച്ചോ സഹജയെന്ന് ചോദിച്ചു. അന്നേരം വായി വന്ന കട്ട, ഇത് കാർമുകിലേറെ പലയിലും കാണുന്നില്ലേ കരുതുക വേണ്ടവേ, ഭീകരങ്ങൾ കെടുതികൾ തീർത്ത തവിതി അഴകയും ജീവന വരവും നീ പറയുകയും ഈ ഒരു പ്രിയരെ എത്ര പേരെന്ന് ആ മഴവില് ഈ മക്കളെ മുകളിൽ കാണുന്നുണ്ട്. ആ മഴവിലെ കാണുന്നുണ്ട്. ഒരു നിമിഷക്കാരും ഉയർത്തി ദൈവത്തെ അനുസരിച്ച് ഓരോ കുടുംബത്തെയും കുഞ്ഞിനെ താമ്പുരാന്റെ മഴവിലുണ്ട്. ആരും നമുക്ക് എഴുന്നേറ്റ് ആരും എല്ലാം വേണ്ട അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഇരിക്കുക. ആരും നടക്കുന്ന വിഷയത്തിൽ കാമുകിലെ Hallelujah.
ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ നല്ല ദൈവമേ സുഖിതാവേ അനുഗ്രഹിക്കപ്പെട്ട ശാന്തമായ കർത്താവിന്റെ സാന്നിധ്യത്തിൽ കർത്താവെ രണ്ട് ഹൃദയങ്ങൾ ഒന്നാകുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ കർത്താവെ വിവാഹ ജീവിതത്തിന്റെ യാതൊരു നെഞ്ചുകളിൽ തന്നെ ഞങ്ങളുടെ വലിയ കൃപയും സാന്നിധ്യവും ഇവിടെ ഇന്നലെ വസിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളാൽ കർത്താവെ അവരെ യോജിപ്പിക്കപ്പെടുമ്പോൾ വലിയ ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്താൽ കർത്താവെ ഹൃദയങ്ങളിൽ നിന്ന് ചേർക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം ദൈവരാജ്യത്തിൽ കർത്താവെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായി തീരുവാൻ ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ മക്കളെല്ലാവരും ചേർന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വലിയ ദൈവകൃപയെ അവർക്ക് പകരണമേ. ദൈവസാന്നിധ്യം അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവെ ശുശ്രൂഷ തുടരാൻ ദാസനെ ബലപ്പെടുത്തിക്കാതെ യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഉള്ള ചെയ്യുക ഈ സഭകളെ അറിയിക്കുകയും പരിചയപ്പെടുത്തുകയും സഭകൾ പ്രിയപ്പെട്ടവരോട് അറിഞ്ഞിട്ടുള്ളതൊക്കെയാണ്. ഇതൊരു ഏറ്റവും കൂടുതൽ സാധ്യത എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി വില്ലേജിൽ കോടപ്പള്ളി വീട്ടിൽ വെച്ച് ജോയ് ജോയിന്റെയും എലിയാമ്മ ജോയിയുടെയും മകൻ ന്യൂജാതി സഭാംഗം കണമല സഭാംഗമായ ജോർജ് ടി കെ ജെ എഴുതിയിരിക്കാം. ജോർജ് ടി കെ ജെ പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അത്തിക്കൈ വില്ലേജിൽ
പള്ളിക്കുറിയിലുള്ളതായ ഭാഷ തോമസ് മാർക്കിൻ്റെയും സോഷ്യൽ മാർക്കിൻ്റെയും IPC പെർഫോമൻസ് സമാനമായി ബെറ്റിംഗ് കൊടുത്തു ലഭിക്കണം. ഇവരുടെ ഭവിഷ്യത്തിലുമാകാം ഇന്നിവിടെ നടന്നിടത്തോളം കർത്താവ് ആശ്രയിച്ച് തീരുമാനിക്കുകയും അത് അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നാളെ ഇതിലെ യാതൊരുമായ ദൈവജന സ്ഥാനത്തിന് ആരും അറിയിക്കുന്നില്ലാത്തതിനാണ് ഇന്ന് ഇവിടെ തീരുമാനം നടത്തുന്ന സഭ തീരുമാനിച്ചിട്ടുള്ളത്. എങ്കിലും ഏറ്റവും വലിയ സാഹചര്യങ്ങളെയും പൊതുസഭയെ ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഈ ഭാഗം സംബന്ധിച്ച് ദൈവജന അടിസ്ഥാനത്തിലും അതിൻ്റെ ധാർമ്മിക അടിസ്ഥാനത്തിലും ഏതെങ്കിലും ന്യായമായ അതിനബദ്ധമായ എന്തെങ്കിലും തടസ്സം ഉന്നയിക്കുവാനായിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാനായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ സമയം ഇതാണ്. അതല്ലാത്ത പക്ഷം നിങ്ങൾ മൗനം ഇതിന് സമ്മതമുണ്ട്. നിങ്ങൾ മൗനം സമ്മതമുണ്ട് കേൾക്കുന്നുണ്ട്. ഈ വിശുദ്ധ വിവാഹം ഇനി അവരുടെ സമ്മതം ഒരിക്കലും ചോദിക്കാൻ നമ്മൾ സമ്മതപ്പെടുകയാണ്. എങ്കിലും മൗനം മൗനത്തിൽ വർദ്ധിച്ച എവിടെയും പ്രിയ ദൈവത്തിന്റെ പരിശുദ്ധനാമത്തെ പ്രബോധിപ്പിക്കട്ടെ. നിങ്ങളേവരും ഈ മൗനത്തിന്റെ സാക്ഷികൾ ഈ മക്കളെ പ്രാർത്ഥിക്കാൻ കടന്നിട്ടുള്ളതാണെന്ന് ഓർക്കുക. ദൈവങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ സാക്ഷികളാണ്. ഇവരോട് പ്രാർത്ഥിക്കാൻ നടപടികളാണ്. അതാണ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കുന്നത്. എല്ലാവരുടെ എല്ലാവരും നല്ലവരാണ്. എങ്കിലും ഏറ്റവും കൂടുതൽ സാഹചര്യം പരസ്യമായി നിങ്ങളുടെ അനുവാദം ചോദിക്കുക. വാത്സല്യ മകൻ ലോകോട്ടിയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ സംബന്ധിക്കുന്ന വ്യക്തിയെ ഈ വിധി നിങ്ങളുടെ ഭാര്യയെ ജീവിതപങ്കാളിയായി സ്വീകരിക്കാൻ ഗവൺമെന്റിന്റെ സമ്മതമാണ്. അങ്ങനെ ജീവിതം സ്വീകരിക്കുന്ന സംസ്ഥാനം സുഖത്തിലും ദുഃഖത്തിലും ലോകത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഈ മക്കളെ സ്നേഹിച്ച് തീരുമാനിച്ച് പോറ്റിപ്പുലർത്തി ഒരു ഉത്തമ ഭർത്താവിന്റെ കടപ്പാട് അവരെയും വിശ്വസ്തയോടെ ചെയ്യുവാൻ തീരുമാനിച്ചു. സമ്മതം തീരുമാനിച്ചു. അതിൽ ദൈവസഭ ദൈവദൂതന്മാർ സാക്ഷി ദൈവം ഗവൺമെന്റിനെ അനുഗ്രഹിക്കുന്നു. മോളെപ്പറ്റി ഞാൻ വെല്ലുവിളിച്ചിരിക്കുന്നു. മോളെ സ്വീകരിക്കുന്നു. യുവട്ടികളെ നയിക്കുവാനെ മോളുടെ ഭർത്താവായി സ്വീകരിക്കാൻ മോൾക്ക് സമ്മതമാണ്. ജീവിതം സുഖദുഃഖ സംസ്ഥാനം ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും ഈ മകനെ സ്നേഹിച്ച് മകനെ കീഴ്പ്പെടും ഒരു ഉത്തമ ഭാര്യയുടെ കടപ്പാട് നിർവഹിക്കാൻ മോളെ തീരുമാനിച്ചു. ഇതിന്റെ തീരുമാനം അവരുടെ സമ്മതം അവർ പരസ്യം അറിയിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹിക്കേണ്ട സമ്മതത്തിനും തീരുമാനത്തിനും ദൈവദൂതന്മാരും സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ വിവാഹം കർത്താവിനെ ആശ്രയിച്ച് നടത്തി കൊടുക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ പങ്കുചേരുക. ഇന്നീ മംഗളം. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാവരും പ്രാർത്ഥന ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. കാരണം അവരെ കല്യാണം വീട്ടിലേക്കിറങ്ങുന്നുണ്ടെന്നുള്ളത് തന്നെ അവരെ ഉദ്ദേശിക്കുന്ന ഈ നിമിഷത്തിൽ വിവാഹം മാന്യമായതുകൊണ്ട് കർത്തവാസങ്ങളുടെ സദസ്സിലുള്ള കർത്തവാസങ്ങളുടെ ദയവായി മുമ്പോട്ട് സദസ്സിലുള്ള കർത്തവാസങ്ങളുടെ പ്രാർത്ഥനാ പുരസ്കാരം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അവരെ ദൈവങ്ങളിലേക്ക് കൈമാറും. ദ്വൈപാർശ്വം സദസ്സിലുള്ള ദൈവവാസന്മാരോട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സാധിക്കും. അവർ മാതാപിതാക്കൾ ഏറ്റവും പ്രിയപ്പെട്ടവർ ഒക്കെ വളരെ പ്രാർത്ഥനയുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കും എല്ലാവരും ചേർന്നാണ് ഈ മക്കൾക്ക് വേണ്ടി ഒരുമിച്ചാണ് പ്രാർത്ഥന. എല്ലാവരും സ്തോത്രം ചെയ്താണ്. നിങ്ങൾ വലകരങ്ങളെ കൊടുത്താണ് ആകാശം ഭൂമി ഉണ്ടാക്കിയ കർത്താവിന് നിങ്ങൾ യോജിക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ദൈവത്തെ വളരെ പ്രാർത്ഥനയോടെ ദൈവസഭയാകുക. ഞാൻ പറയുന്ന വാക്കുകൾ ഡ്യൂട്ടി നോക്കി പറഞ്ഞു. ശാന്തമായിട്ടുള്ള ഡ്യൂട്ടി എന്ന് ഞാൻ വ്യക്തി എന്നതിനെ എൻ്റെ ഭാര്യയായി ശരീരമായി സ്വീകരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നിന്നെ സ്നേഹിച്ച് പോറ്റി പുലർത്തി ഒരു ഉത്തമ ഭർത്താവിന്റെ കടപ്പാട് മരണവരെയും നിർവഹിക്കാൻ ഞാൻ നിന്നോട് ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്തു. ദൈവത്തിലേക്ക് ദൈവം സാക്ഷി തെറ്റി അവനെ നോക്കി പറഞ്ഞ് തെറ്റിയാകുന്ന യോഗോട്ടിയാകുന്ന എൻ്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളുന്നു. സുഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും എല്ലാ സാഹചര്യത്തിലും ഞാൻ അങ്ങയെ സ്നേഹിച്ച് കീഴ്പ്പെട്ട് ഒരു ഉത്തമ ഭാര്യയുടെ കടപ്പാട് മരണത്തോടെ നിർവഹിക്കാൻ ഞാൻ അങ്ങയുടെ ദൈവമാണ് ഉടമ്പടി ചെയ്തു. ഈ ഉടമ്പടിക്ക് ദൈവസഭയിൽ ദൈവമായി സാക്ഷി കഥാകളെ അനുഗ്രഹിക്കട്ടെ. സ്വപ്നത്തിൽ ഈ ദമ്പതികൾ കർത്താവിൻ്റെ മഴവിൻ്റെ വീട് അങ്ങനെ ഈ ഭൂമിയുടെ സമയത്ത് ആരോഗ്യത്തോടെയും സമൃദ്ധിയോടെയും സംരക്ഷണത്തോടെയും ജീവനം കഴിക്കട്ടെ. അവർക്ക് എല്ലാ നന്മകളും ഉയരത്തിൽ ചൊല്ലിയപ്പെട്ടിട്ട് അത് ഞങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നതിൻ്റെ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതേ നിറഞ്ഞ് ഞങ്ങൾ കർത്താവസ്ഥ എന്നോട് ചേർന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ആശമാനിക്കൂടെ ചൊല്ലുന്ന കൃപയുടെ കരത്തിലെ കൈമാറുന്നു പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കുള്ള നിറയ്ക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കഥാവിന്റെ സഹായികളെ വേദോസം പറയുന്നു, ഈ മർമ്മം വലുതാണ്. ഇതൊരു മർമ്മമോ? എന്തിന്റെ മർമ്മം? ഇതൊരു നിഴലാണ്. ക്രിസ്തു സമയം തമ്മിലുള്ള മർമ്മത്തിന്റെ ആ ബന്ധത്തിന്റെ നിഴലാണ് ഇന്ന് യോഗത്തിൽ വ്യക്തി ദമ്പതികൾ വിവാഹങ്ങളായി. ഇവർ നവദമ്പതികൾ നമ്മളെ കാണിക്കുന്ന ക്രിസ്തു സമയത്തിനുള്ള ബന്ധമാണ്. പ്രിയരെ, ഇന്നുണ്ടാക്കിയ വിവാഹങ്ങൾ ഈ വിവാഹത്തിന്റെ ഡേറ്റ് നമ്മൾ നേരത്തെ തീരുമാനിച്ചു. എന്താ നിങ്ങൾക്കറിയുമോ? ഒരു വിവാഹം വരാൻ പോകുന്നുണ്ട് വിദ്യാഭ്യാസത്തിൽ വെച്ചാണ്. അതിന് ഡേറ്റ് എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ബാക്കിയെല്ലാം അറിയാം. സ്ഥലം വിദ്യാഭ്യാസം. മണവാളൻ ക്രിസ്തു, മണവാട്ടി തനിക്ക് വീണ്ടെടുക്കപ്പെട്ട പാവനമായ സഭ. സഭയുടെ വെളികരിക്കുവാൻ തൻ്റെ അരുനാഥൻ കടന്നു വരും. സമയം മാത്രം അറിയത്തില്ല. പക്ഷെ സമയം അറിയാൻ ഒത്തിരി തെളിവുകൾ തന്നു. അതിൽ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധിയും ഉണ്ടാകും. 33,000 ഹോട്ടലുകളാണ് കേരളത്തിൽ അടഞ്ഞു കിടക്കുന്നതെന്ന് പറയുമ്പോൾ അതിലേറെ ഈ തുടക്കത്തിൽ നമുക്കുള്ള വാർത്തകൾ കാണുമ്പോൾ പ്രിയരെ, ക്ഷാമം, മഹാവ്യാധി, ഇതെല്ലാം കാണുമ്പോൾ ഒരു കാര്യം ഓർത്തോളം, ആ വിവാഹത്തിന്റെ സമയം അടുത്തു. വിടപ്പെടരുതേ, അതിന്റെ നിലനാണ് ഇന്നുള്ള ആളെല്ലാം. ഈ മർമ്മം വലുത് ഞാൻ ക്രിസ്തുവിനെയും സഭയിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിവാഹത്തിന് വേണ്ടി ഇവരെ സാക്ഷ്യം നിർത്തി ഞാൻ ഏവരെയും ക്ഷണിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ എത്തുമ്പോൾ വിവാഹത്തെക്കുറിച്ചും വിവാഹ മോചനത്തെക്കുറിച്ചും അവിടുത്തെ പരീക്ഷന്മാർ വന്ന ചോദിച്ച ചോദ്യവും ആ ചോദ്യത്തിന് കർത്താവ് തിരുമൊഴി പറഞ്ഞ തിരുവായൂരിൽ പറഞ്ഞ ഉത്തരവ് മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ കർത്തദാസൻ ഇപ്പോൾ പരസ്യമായി വായിച്ചു.
പരീക്ഷന്മാരുടെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്നോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദ്യം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് മറ്റു ചെയ്തു, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലെ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. കോട്ടയത്തിന്റെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എരുമേലി വില്ലേജിൽ കോട്ടപ്പള്ളി വീട്ടിൽ ജോയി ജോർജിന്റെ ഏരിയാമ ജോയിയുടെ മകൻ നിക്കോക്ക് കണമന സഭാഗമായ ജോർജ് കുട്ടിക്കേരിയും പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അത്തിപ്പേ വില്ലേജ് പണിക്കുമുറി വീട്ടിൽ പരനായ പാസ്റ്റർ തോമസ് മാത്യുവിന്റെയും സുഷമ മാത്യുവിന്റെ മകളായ PC കർപ്പൂർ സഭാഗമായ ബെറ്റി മാത്യു തമ്മിൽ വിശുദ്ധ വിവാഹ അവസ്ഥയിലേക്ക് ഉടമ്പടി കാര്യങ്ങൾ ചൊല്ലി പ്രവേശിക്കുകയാണ്. ഈ നവകുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ പറയട്ടെ. വചനം പറയുന്നു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ എന്ത് ചെയ്ത് വേർതിരിപ്പിക്കുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിപ്പിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. എല്ലാ പ്രിയപ്പെട്ടവരും കരകയർത്തി 3 പ്രാവശ്യം ഉറക്കെ ആമേൻ പറഞ്ഞേ. ഈ നവദമ്പതികളെ ഞാൻ സഭയ്ക്ക് പരിചയപ്പെടുത്തുന്നു. ജോർജ് കുട്ടി ആൻഡ് ബെറ്റി. കരമടിച്ച് സ്വീകരിച്ചാട്ടെ. നമ്മുടെ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് മുതൽ ഭാര്യഭർത്താക്കന്മാരായി തീരുമാനിച്ചവർക്ക് അനുവാദമുണ്ട്. സഭ അതിന് അംഗീകരിച്ചിരിക്കുന്നു. ദൈവം അതിനെ അംഗീകരിച്ചിരിക്കുന്നു. ഈ നവകുടുംബത്തെ എല്ലാ നന്മകളും ചൊരിയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സർവശക്തന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ ചൊരിയട്ടെ. ഇപ്പോൾ ഇവർക്ക് വേണ്ടി ആശംസാ സംഗീതമായി 128ാമത്തെ സംഗീതം കർത്താവ് വായിക്കും. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും പൊലിവിതകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലം ഒക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മകളെയും നീ കാണും. ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകട്ടെ. എല്ലാവരും ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വിവാഹ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ. പ്രാർത്ഥിക്കുന്ന സമയത്ത് കുടുംബങ്ങളോടും ദൈവത്തിനാണ് ഞങ്ങളോട് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശ്വസിച്ച് തന്നിട്ട് നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടി ദയവായിട്ട് വീണ്ടും ഉദ്ദേശിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ശ്രദ്ധിച്ചതിനാകെ ഞങ്ങളുടെ പൊന്നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു. ഞങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി. കർത്താവേ, നീ ഇന്ന് ഈ 2 കുട്ടികളുടെ നിന്റെ വചനത്താൽ അവരുടെ വാക്കുകളാൽ അവരുടെ ഉടമ്പടിയാൽ കർത്താവെ നീ യോജിപ്പിച്ചതോ അതുകൊണ്ട് സ്തോത്രം. നല്ല പിതാവേ, ഞങ്ങൾ ഈ നല്ല കർമ്മത്തിന് കർത്താവിന്റെ പ്രവർത്തിക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഇന്ന് ദൈവമക്കളാകുന്ന ഞങ്ങൾ, ദൈവദാസന്മാരാകുന്ന ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ നവദമ്പതികളെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ, the choices blessings of the Lord, കർത്താവേ, അതികളുടെ മേൽ പ്രശസ്തി ചെയ്യുവാൻ ഞങ്ങളായി തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കർത്താവെ ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും അവരുടെ സഭയിൽ കർത്താവെ ദേശത്ത്
ഭവനത്തിൽ കർത്താവ് അനുഗ്രഹിക്കുന്നതായിരിക്കാൻ കർത്താവ് സഹായിക്കണം. അവരുടെ പോക്കും വരവിൽ അവരുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളിലും തിരുമേനിയെ തിരിച്ചറിയുവാൻ യഹോവയിൽ ആശ്രയിച്ച് ജീവിതം കഴിപ്പാൻ കർത്താവിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കർത്താവെ ഡിക്ലെയർ ചെയ്യുന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹ വിഷയം ആകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അധ്യായം അതിന്റെ അവസാനത്തെ 2-3 വാക്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹ വിഷയമായി കർത്താവ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Chapter 6. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. പ്രിയ ജോർജ് പെരി ദൈവത്തിന്റെ വചനം പറയുന്നു. ആ ദൈവത്തിന്റെ വചനം ആശ്രയിച്ച് നിങ്ങളോട് ഇത് ഇന്ന് ഡിക്ലെയർ ചെയ്യുന്നു. You both, George Kutti Betty, the Lord bless you and keep you. The Lord make his face shine upon you and be gracious to you. The Lord lift up his countenance upon you and give you peace. God bless you. ഭാര്യമാരെ കർത്താവിന്റെ പോലെ സ്വന്തം ഭർത്താക്കന്മാക്കിയിരുന്നു. ക്രിസ്തു ശരീരത്തിൽ രക്ഷിതാവായി സഭയിൽ തലയാകുന്നതുപോലെ ഭർത്താവ് ഭാര്യ തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാർ സകല കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അവരവളെ വചനത്തോടു കൂടിയ ജനസ്ഥാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കുന്നത് കറാച്ചുരത്തിനെതിരായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും വിശ്വത്തോളം തനിക്ക് മുൻനിർത്തേണ്ടത് തന്നെത്താൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ ഭർത്താക്കന്മാരും തന്റെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്നെ ജനത്തെ ക്രിസ്തു സഭയെ ചെയ്തതുപോലെ അതിനെ പോറ്റി ഉണർത്തി നിർത്തി ചെയ്തു. നാം അവന്റെ ശരീരത്തിന് അവയവങ്ങളല്ലോ. അതുനിമിത്തം ഒരു മനുഷ്യൻ അഭിനയിക്കുകയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹമായി തീരും. ഈ പാപം വലിയത്. ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത് പറയുന്നതാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തർ തന്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടുക. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി അവർക്ക് പലരും വചനം വിസ്തരിക്കാത്ത പക്ഷം അവറ്റോട് കൂടാതെ നിർഭരമായ നിലനിൽക്കുന്നത് വചനം കൂടാതെ ഭാര്യമാരെ നടപ്പിലാണ് ചേർന്ന് വരുവാൻ നിങ്ങളുടെ അലങ്കാരം തരുവഴിയിൽ വസ്ത്രം ധരിക്കുന്നതും അതിന് പുറമേയുള്ളതും സൗകര്യവും സാവധാനതയുള്ള മനസ്സറിയുന്ന അക്ഷയഭൂഷണമായ ദൈവത്തിന്റെ കൂടുതൽ മനുഷ്യൻ തന്നെ ആയിരിക്കും. അത് ദൈവസത്യത്തിൽ ഗതിയിലേക്കാകും. വിലയലോകപ്പെട്ട ദൈവത്താൽ അത്യാശ്രയിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാരെ കീഴടങ്ങിയിരുന്നു. അങ്ങനെ സാധാരണ അവരെ യജമാനനെ വിളിച്ച് അനുസരിച്ച് അമ്മയെ യാതൊരു വിഷയവും പേടിക്കാതിരുന്ന നിങ്ങളുടെ മക്കൾ ആയിരുന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തുടക്കം വരുത്താതിരിക്കണം. വിവേകത്തോട് ഭാര്യമാരോട് വസിച്ച് സ്വീജൻ പെരുകീത ഭാഗവത അവൻ ജീവനിൽ പറ്റിയ കൂട്ടവകാശം ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുത്തു. ദിവസത്തിലേക്ക് 3-ാം തീയതി 18-19 ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് താങ്ങും ഉചിതമാകുന്ന കീഴടങ്ങി ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. അവരോട് കൈപ്പായിരിക്കരുത്.
ഹല്ലേലൂയ. ഈ വിവാഹം ജോർജിയുടെയും ലക്ഷ്യയുടെയും വിവാഹം ഏറ്റവും മംഗളകരമായി ഇടത്തോളം സഹായിച്ച് നടത്തുന്ന സർവകൃപാലുവായ സർവശക്തനായ ദൈവത്തിനും സകല മാനവത്വവും പ്രാരംഭമായി ഞാൻ അറിയിക്കുകയാണ്. ദൈവം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും യാതനകളും കേട്ട് പ്രിയ കുടുംബത്തെ ഒരു കുടുംബങ്ങളെയും അനുഗ്രഹിച്ചൊക്കെ തുടർന്നും ദൈവം അവരെ സഹായിക്കട്ടെ. ഇന്ന് ഈ വിവാഹ ശുശ്രൂഷ ആദ്യയുടെ മുതൽ ലീഡ് ചെയ്യുവാനായി നമ്മുടെ ഇടയിൽ കടന്നു വന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ തോമസ് അവരുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ശുശ്രൂഷകൾ ഭംഗിയായി ചെയ്ത നിർവഹിച്ച ദൈവദാസനെ നിങ്ങളുടെ കുടുംബത്തിന്റെ പേരും വ്യക്തിപരമായുള്ള നന്ദി അറിയിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ വധുവിന്റെ ഭാഗത്തുനിന്ന് കടന്നുവന്ന ദൈവദാസൻ എന്റെ പ്രിയപ്പെട്ട വാർഡി പാസ്റ്റർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസനും കുടുംബത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു. നല്ല ആലോചനകൾ നൽകിയ ദൈവദാസനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇന്ന് ഈ ശുശ്രൂഷകൾക്ക് ജോർജിയുടെ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന ദൈവദാസൻ പാസ്റ്റർ ബെന്നി അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കാര്യങ്ങളും ചില ദിവസങ്ങളായി ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്റെ സഹകരണവും തന്റെ എല്ലാ പ്രാർത്ഥനകളും കുടുംബത്തിലെ പ്രാർത്ഥനകൾക്കായി ശേഷം നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ ധാരാളമായി അനുഗ്രഹിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷ ആശംസിക്കുവാൻ അല്ലെങ്കിൽ അതിനെ തന്റെ കാർമ്മികത്വം നടത്തുവാനായി നടത്തുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ പ്രിൻസ് തോമസിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ആലോചനകളും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടതായ ആലോചനകളും പ്രിയപ്പെട്ടവർക്ക് പ്രതിവാദങ്ങൾ ചൊല്ലിക്കൊടുത്ത് അവരെ അനുഗ്രഹിക്കുവാൻ കടന്നു വന്ന ദൈവദാസനോടുള്ള ഹൃദയമായ നന്ദിയെ ദൈവത്തിന്റെ പേരിൽ വ്യക്തിപരമായി അറിയിക്കുന്നു. സഹായിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച വിമോചനാണ്. ഇന്ത്യയുടെ ഡയറക്ടറും ശ്രേഷ്ഠമുള്ള വേദിയിൽ അനേക നാളുകളായി നോർത്ത് ഇന്ത്യയിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠദാസൻ ഡോക്ടർ PC അലക്സാണ്ടറിനായി സ്തോത്രം. ആ ശുശ്രൂഷകൾ നിർവഹിച്ച ദാസനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്നു. പല ദൈവദാസന്മാർ നമ്മുടെ ഇടയിലും ഒക്കെയുണ്ട്, സ്റ്റേജിലും താഴെയൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാം നന്ദിയും കുടുംബത്തിന്റെ പേര് വ്യക്തിപരമായി ഞാൻ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പാട്ടുകൾ നല്ല പാട്ടുകൾ പാടി നമ്മളെ ഈ ശുശ്രൂഷയിൽ നമ്മളെ സഹായിച്ച സാഹോദരോടും സഹോദരനോടുമുള്ള നന്ദിയെ തരുണത്തിൽ അറിയിക്കുകയാണ്. ഈ കുടുംബങ്ങളിൽ നിന്നും ഈ സഭകളിൽ നിന്നും കടന്നുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ചാർച്ചക്കാർ, സഭ വിശ്വാസികൾ, അതുപോലെ അയൽവാസികളായിട്ടുള്ള എല്ലാവർക്കും ഒരു പ്രാവശ്യം നന്ദി അറിയിക്കുന്നു. ഈ ഓഡിറ്റോറിയം നമുക്ക് വേണ്ടി അനുവദിച്ച അതിന്റെ അധികാരികളോടുള്ള സഭാധികാരികളുള്ള നന്ദിയെ തരുണത്തിൽ അറിയിക്കുന്നു. ലൈറ്റ് കാറ്ററിംഗ് ഫുഡിന്റെ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്ന റോയൽ കാറ്ററിംഗ് അവരോടുള്ള നന്ദി അറിയിക്കുന്നു. വീഡിയോഗ്രാഫേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവർക്കുമുള്ള നന്ദിയെ തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇത്രത്തോളം എല്ലാം നന്നായി ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ഒരിക്കൽ കൂടി സകല മാനവ മഹത്വം കർത്താവിനെ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുന്നു. ഞങ്ങളെ ആഴമായി സ്നേഹിച്ച ദൈവമേ സ്തുതിക്കുന്നു. ഈ അത്ഭുതമായ വിശുദ്ധ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ച പ്രവാസികളെ വിവാഹം ഈ മത്സരത്തിൽ വെച്ച് അവിടുന്ന് അനുഗ്രഹമായ നിലയിൽ നടത്തുവാൻ സൗകര്യ ദൈവം ദയാലിനായി സ്തോത്രം ചെയ്യുന്നു. അതിന് സാക്ഷി വഹിക്കാനായി ദേവദാസന്മാരായി മാതാപിതാക്കളായി സഹോദരങ്ങളായി എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് കൂട്ടിക്കെത്തിയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം പ്രിയയുടെ പേരും പ്രിയയുടെ പേരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ ആദ്യമോടുന്ന ഭംഗിയാണ് ശുശ്രൂഷിക്കാൻ അത് പങ്കാളിത്ത വഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇത് മുതൽ അവരുടെ കുടുംബ ജീവിതം ധന്യമായി മാറുക
സ്വർഗത്തിന്റെ ദൈവം ഇടയാകുന്നതോട് സ്തോത്രം ചെയ്യും. അവരെ ഒരിക്കൽ കൂടെ ഞങ്ങൾ അനുഗ്രഹിച്ച എല്ലാ അനുഗ്രഹങ്ങളാൽ ദൈവം അവരെ നിറയ്ക്കണം എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കും. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയും അത് എല്ലാ മനുഷ്യനും കൂടി പ്രാർത്ഥനയോട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വിവാഹ സന്തോഷം പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശിഷ്യന്മാരോടും തുടർന്നുള്ള എല്ലാ സർക്കാരും എപ്പോഴും കർത്താവിനെയും ചെയ്യാം. ദൈവത്തെ അനുഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അവർ സ്വീകരിക്കും. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും
അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. മഹിമയിൻ കിരീടം ചൂടി അവൻ മുഖം ഞാൻ ദർശിക്കുമേ. അങ്ങു ജീവന്റെ നദി കവിഞ്ഞൊഴുകുമേ. ശാരോനിൻ പനിനീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, തുമ്പം ദുഃഖങ്ങളാകെ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റവൻ. ശാരോനിൻ പനിനീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, പതിനായിരങ്ങളിൽ